കട്ടപ്പനയിലെ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ 2 മോഷണക്കാരെ പോലീസ് പിടിച്ചപ്പം അവര് നരബലി നടത്തിയോ എന്ന് സംശയമായി. കക്കാട്ടുകടയിൽ കഴിഞ്ഞ ദിവസം അതിനടുത്ത ഒരു കടയില് മോഷണം നടന്നു. ആ കടയുടെ ഉടമസ്ഥനും മകനും അറിഞ്ഞു. കള്ളനെ പിടിക്കാൻ ശ്രമിച്ചു. ഒരാൾ മതിൽ ചാടി അയാളുടെ കാലൊടിഞ്ഞ് അവിടെ വീണു. വിഷ്ണു എന്നാണ് പേര്. അടുത്ത് താമസിക്കുന്ന ആളാണ്. വാടകയ്ക്ക്. അയാളുടെ ചേട്ടൻ നിതീഷ്, അയാളെയും പോലീസ് പിടികൂടി. അവരുടെ വീട് പരിശോധിച്ചു. അവര് കക്കാട്ടുകടയിലെ പുതിയതായിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. അവിടെ പഞ്ചായത്ത് മെമ്പർ ഈ വീട് താമസിക്കുന്നവരെ കാണാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നില്ല. അച്ഛനും മകനും മാത്രമേ വീട്ടിലുള്ളൂ ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞാണ് വാടകയ്ക്ക് വീടെടുത്തത്. അയാളും വിഷ്ണു എന്നാണ് പേര്. അയാളെ മാത്രം പഞ്ചായത്ത് മെമ്പർ, അവിടുത്തെ വനിതാ പഞ്ചായത്ത് മെമ്പർ കണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർക്ക് അറിയാം പുതിയ താമസക്കാർ വന്നാൽ അവരാ വീട്ടിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, എന്താ ജോലി, അവരുടെ പ്രൊഫഷൻ എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വന്ന് അന്വേഷിക്കും. അവിടുത്തെ മെമ്പർ പല പ്രാവശ്യം വന്നിട്ടും ഇവരെ കാണാൻ പറ്റിയില്ല. വിഷ്ണുവിനെ അറിയാം, അയാൾക്കാണ് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വിഷ്ണുവും വിഷ്ണുവിന്റെ സഹോദരൻ നിതീഷുമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. നിതീഷിനെ ഏതായാലും കസ്റ്റഡി വാങ്ങാൻ അപേക്ഷ കൊടുത്തു. അയാളെ റിമാൻഡ് ചെയ്തു. വിഷ്ണുവിനെ ആശുപത്രിയിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രി കിടക്കുകയാണ്. കാലൊടിഞ്ഞിട്ടുണ്ട്. അവരുടെ വീട് സന്ദർശിച്ചപ്പോഴാണ് വീട്ടിലെ അമ്മയും ഒരു സഹോദരിയും പൂട്ടിയിട്ട നിലയിൽ കിടക്കുന്നത്. അത് സംശയമായി. അവിടെ കൂടോത്രവും മന്ത്രവും ചെയ്യാനുള്ള ചില ഉപകരണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മന്ത്രവും പൂജ ഇതൊക്കെ നടത്തുമ്പം അവര് ചുറ്റിക വെക്കും. അടുത്ത് മന്ത്രവാദി വലിയ വടിവാള് വെക്കും, കത്തി വെക്കും. അങ്ങനെ ചില ഉപകരണങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. പൂജയുടെ ചില സാധനങ്ങൾ ഇരിക്കുന്നു. അവരെപ്പറ്റി കട്ടപ്പന പോലീസ് ഒരു അന്വേഷണം നടത്തി. നേരത്തെ അവർ താമസിച്ചുകൊണ്ടിരുന്ന കട്ടപ്പനയ്ക്ക് അടുത്താണ്. ഇപ്പോൾ ആണ് കക്കാട്ടുപടയിൽ വന്നത്. നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് 5-6 വർഷം മുമ്പ് ഇവരുടെ സഹോദരിയുടെ കൊച്ച് ഉണ്ടായ 2-ാം ദിവസം 3-ാം ദിവസം മരിച്ചു, മരണമടഞ്ഞു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അതിനെ ആ വീടിൻ്റെ അവിടെ എവിടെയോ കുഴിച്ചിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവര് പിതാവും വിഷ്ണു എന്ന മകനുമാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അവിടെ വന്നപ്പം അമ്മയും സഹോദരിയും പൂട്ടിയിട്ട പോലെ ആ സഹോദരിയുടെ കൊച്ചിനെയാണ് 2 ദിവസം പ്രായമുള്ള കുട്ടിയാണ് നേരത്തെ കൊന്നത്. ഇപ്പൊ അച്ഛൻ എവിടെ പോയ ഉത്തരവില്ല. അച്ഛനെ ആ വീടിന്റെ അകം ഒരു മുറി അടുത്ത ദിവസം എന്തോ കുഴിച്ചിട്ട പോലെ സിമെന്റ് ചതച്ചിരിക്കുന്നു. അതൊരു നരബലിയാണോ ഇല്ലയോ സംശയം. വളരെയധികം ദുരൂഹതയാണ് ഇക്കാര്യത്തിൽ. പോലീസ് അവിടെ ഇപ്പം കാവലേർപ്പെടുത്തി. ആ വീട്ടിലും പഴയ വീട്ടിലും ആ 2 മനുഷ്യരും ഉണ്ട്, അവിടെ കുഴിച്ചിട്ടു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഏതായാലും നിതീഷിനെ, അയാളാണ് പൂജാരി, അയാളെ കസ്റ്റഡി വാങ്ങാൻ പോലീസ് അപേക്ഷ കൊടുത്തു. ഇന്ന് കസ്റ്റഡി കിട്ടി. പോലീസ് കസ്റ്റഡി പോയെന്നറിഞ്ഞപ്പം തന്നെ അയാള് ആ സബ് ജയിലിൽ ബോധം കെട്ട് വീണെന്നാണ് പറയുന്നത്. പിടി വീണു എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാകണം. എന്തായാലും പിതാവിനെ കാണാനില്ല. അത് വീട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ടോ ഇല്ലോ എന്നൊരു സംശയം പോലീസിന്. ഇയാൾ പൂജാരിയാണ്. പൂജ നടത്തുന്നവർ സ്വന്തം മക്കളെയും ഭാര്യയെയും അപ്പനെയും അമ്മയും കൊല്ലുന്നതിന് മടിയില്ല അവർക്ക്. നമുക്ക് കേരളത്തിലെ പല സംഭവങ്ങളും മനസ്സിൽ കൂടെ ഓർമ്മ വരുന്നു. കൂടോത്രം, മന്ത്രം, ചാത്തൻ സേവ, അതുപോലെ തന്നെ ജിന്ന്, ഇതൊക്കെ അഭ്യസ്തവിസ്തരായ 99% 100% പഠനമുള്ള വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ഈ ചാത്തനും ഈ മറുതായും ഈ മന്ത്രവും പൂജാരിയും നരബലിയും എല്ലാം നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നു. എല്ലാവർക്കും വലിയ വിദ്യാഭ്യാസമുള്ളവരെന്ന് അഹങ്കാരം കേരളത്തിലെ മനുഷ്യരും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആരാണ് ഈ മലയാളികൾ? ഇവരുടെ ചിന്താഗതി എന്താണ്? വിദ്യാഭ്യാസം കൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടം ഉണ്ടായത്? നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നരബലിയും
ഒടിയന്മാരും ചാത്തന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. നമുക്ക് എലന്തൂരിലേക്ക് പോകാം. എലന്തൂരിലെ ആ മന്ത്രവാദിയെ നമുക്കറിയാം. അവിടെ എലന്തൂരിലെ ഭഗവൻ സിംഗ് എന്ന CPM കാരനെ, അവിടുത്തെ പാർട്ടി പ്രവർത്തകനെ, അയാൾക്ക് പാരമ്പര്യ വൈദ്യമാണ്. ഭാര്യ ലൈല സുന്ദരിയാണ്. അവിടെയാണ് മുഹമ്മദ് ഷാഫി വന്നത്. അവിടെ 2 നരബലി നടന്നു. അത് റോസ്ലി എന്ന വടക്കാഞ്ചേരി ലോട്ടറി വിൽക്കുന്ന സ്ത്രീയും, അതുപോലെ തന്നെ പത്മ എന്ന എറണാകുളത്ത് ലോട്ടറി വിൽക്കുന്ന സ്ത്രീകളെ, ഇവർ 2 പേരെ അവിടെ നരബലി നടത്തി. അവരുടെ ചില ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചു എന്ന് വരെ നമ്മൾ കേട്ടു. അത് വലിയ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു എലന്തൂരിലെ. അതിന് തൊട്ട് മുമ്പ് വലിയൊരു സംഭവം ഉണ്ടായി. വണ്ണപ്പുറം, തൊടുപുഴ വണ്ണപ്പുറത്ത് കൃഷ്ണൻകുട്ടി എന്ന ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ ഒരു മന്ത്രവാദി, അയാളുടെ ഭാര്യയുണ്ട് സുശീല, 50 വയസ്സ്. കൃഷ്ണൻകുട്ടിക്ക് അല്ലെങ്കിൽ കൃഷ്ണന് 50 വയസ്സ്. മൂത്ത മകള് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച കുട്ടി വീട്ടിലുണ്ട്. കൂടെ മൈനറായ സഹോദരന്, അവനും +2 പഠിക്കുന്നു. മന്ത്രവാദമാണ് തൊഴില്. അതിലെ ശിക്ഷന്മാരായ 2 മന്ത്രവാദികളുണ്ട്. അത് അടിമാലി സ്വദേശി. അവര് ശിക്ഷസം സ്വീകരിച്ചു. കൃഷ്ണൻകുട്ടിയുടെ മന്ത്രവാദത്തിലുള്ള ശക്തി ആവാഹിച്ച് തൻ്റെ ശരീരത്തിൽ കയറാൻ അവരെ 4 പേരെയും അയാൾ കൊന്നു. പൂജ നടത്തി തലക്കിട്ട് ചുറ്റികൊണ്ട് അടിച്ച് രക്ഷപ്പെടുത്താൻ വന്ന ഭാര്യയെ അടിച്ചു. ആ കുട്ടികളെയും കഴുത്തറുത്ത് കൊന്ന സംഭവം നമ്മളാരും മറന്നിട്ടില്ല. കേരളത്തിൽ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം ഉള്ളവരെല്ലാം ആ മന്ത്രവാദത്തിൻ്റെയും പൂജയുടെയും പുറകെ പോവുകയാണ്. ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ അവിടെ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രവാദത്തിൽ ചെന്നെന്ന് അത് വലിയ വാർത്തയായിരുന്നു. ജീവിതം കണ്ട കുറേ പോലീസ് ഓഫീസേഴ്സും മന്ത്രവാദത്തിലും അതുപോലെ തന്നെ ഈ ചാത്തനേറിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കുകയാണ്. അതുപോലെ എത്രയും സംഭവങ്ങളായി നമുക്ക് കേരളം മാനസിക വിഭ്രാന്തിക്കാരുടെ ഒരു നാടായിട്ട് അധപ്പതിച്ചു പോയി. നമ്മുടെ ഭൗതിക ജീവിത ശൈലിയിൽ ഉന്നതമായ മാർഗങ്ങൾ നേടാൻ നമ്മൾ അനാവശ്യമായി ഇതുപോലുള്ള പാരമ്പര്യത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി മന്ത്രവാദവും നരബലിയൊക്കെ നടത്താൻ നമുക്ക് മടിയില്ല എന്നുള്ളതാണ്. ട്രിവാൻഡ്രത്തെ നമുക്കറിയാം, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള അപ്പനും അമ്മയും ഡോക്ടറായ, സഹോദരി ഡോക്ടറായ കേതലിന്റെ സംഭവം. അപ്പനെയും അമ്മയും കൊന്നു, കത്തിച്ചു, സഹോദരിയെയും കത്തിച്ചു, അവരൊരു ആന്റിയെയും കത്തിച്ചു, ആ വീടും കത്തിച്ചു. മന്ത്രവാദത്തിന്റെ ചില ജാലവിദ്യകളാണത്. അങ്ങനെയാണ് കേതലിന്റെ സംഭവം. ആരാണ് ഈ മലയാളി എന്ന് കൂടെ ഞാൻ ചോദിക്കുന്ന അതാണ്. മലയാളിയെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. ഇവിടെ ചാത്തനേർ, ഞാൻ പണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ SI ആയിരിക്കുമ്പം വലിയ 2-3 വർഷമായിട്ട് ചാത്തനേർ. അവസാനം ചാത്തനെ ഞാൻ പിടിച്ചു. ആ വീട്ടിലെ തന്നെ ജോലിക്കാരിയായിരുന്നു ആ ചാത്തൻ. അതുപോലെ പല സ്ഥലത്തും കല്ലേറ്, ഇതൊക്കെ പതിവാണ്. അപ്പോൾ അതുകൊണ്ട് കട്ടപ്പനയിലെ സംഭവം നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നു. നമ്മൾ മലയാളി ഇതിൽ നിന്ന് പിന്മാറില്ല. പൂർവാധികം ശക്തിയോടെ കട്ടപ്പനയിലെ മന്ത്രവാദി ആരാണ്, അയാൾ എവിടൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട്, എവിടൊക്കെ അത് ഇതുപോലെയുള്ള കൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിതീഷ് എന്ന് പറഞ്ഞ പൂജാരി കസ്റ്റഡി പോലീസ് വാങ്ങിച്ചപ്പോൾ തന്നെ ബോധം കെട്ട് വീണതിൽ നിന്ന് അത് മന്ത്രവാദത്തിന്റെ പൊരുളഴിയും എന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം. എന്തായാലും അപ്പനെ കാണാനില്ല, അപ്പനെ കണ്ടെത്തിയേ ഉള്ളൂ. കക്കാട്ടുകടയിലെ ആ വീട് വാടകയ്ക്കെടുത്തെടുത്ത് അവിടെ ഒരു മുറിയിലെ കോൺക്രീറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്തായാലും പോലീസ് മാന്തി നോക്കും. അവിടെ കാണാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കട്ടപ്പനയിൽ പണ്ടൊരു സംഭവം ഉണ്ടായി, നാഗമാണിക്യം നമുക്കറിയാം. അത് വളരെയധികം രസകരമായ സംഭവം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കൊലപാതകം, നാഗമാണിക്യം കൊടുക്കാമെന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് പല ആൾക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ വീടൊക്കെ വിറ്റ് നാഗമാണിക്യത്തിന്റെ പുറകെ പോയ ചരിത്രമൊക്കെ ഞാൻ സഫാരി ചാനലിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരാൾ അവിടെ പോയി നാഗമാണിക്യം കാണിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി അതിൽ വീണ അവസാനം അത് പറ്റിയിലാണെന്ന് പറഞ്ഞ ഒരു കൊലപാതകവും നടന്നു. നാഗമാണിക്യം എന്ന് പറയുമ്പം ഇവിടെ പ്രചരിക്കുന്ന കഥകള് നല്ല കിങ് കോബ്ര അല്ലെങ്കിൽ മൂർഖൻ പ്രായമായി 10, 40, 50 വയസ്സായി കഴിയുമ്പം മൂർഖന്റെ വിഷാംശം എല്ലാം കൂടും. അതേസമയത്ത് ഭക്ഷണം കഴിക്കാൻ അതിൻ്റെ പ്രായാധിക്യം കൊണ്ട് കഴിയില്ല, കണ്ണ് കാണില്ല, ഇര തേടാൻ കഴിയില്ല. അന്നേരം നാഗമാണിക്യം
അതിൻ്റെ വായിലുള്ള വിഷം എല്ലാം കൂടെ നാവിൽ കൊണ്ടുവന്ന് വെച്ച് ആ വിഷം അത് ചുരുട്ടി ഒരു ഡയമണ്ടിൻ്റെ അത്ര വലുതായി അവൻ രാത്രിയിൽ പ്രകാശിക്കുമ്പോൾ എടുത്ത് പാറപ്പുറത്ത് വെക്കും. അതിന് ചുറ്റും ഈച്ചകളും പ്രാണികളും വന്ന് കൂടിക്കഴിയുമ്പം അതെടുത്ത് വായിലിട്ട് ആ പ്രാണികളെ ഭക്ഷിക്കും. എന്നിട്ട് നാഗമാണിക്യം വീണ്ടും പാറപ്പുറത്ത് വെക്കും. ഇതൊക്കെയാണ് ഇവിടെ പ്രചരിച്ച കഥകൾ. അത് വിശ്വസിക്കാൻ മാത്രം മലയാളത്തിലെ ഈ ബുദ്ധിജീവികള്, എത്രയോ ബുദ്ധിജീവികള്, നല്ല വിദ്യാഭ്യാസമുള്ള ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ച് PhD ഒക്കെ കൈയിരിക്കുന്നവരൊക്കെ പോവുകയാണ്. ആരാണ് ഈ മലയാളി എന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ലോകത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ മലയാളി എത്തപ്പെട്ടിട്ടുണ്ട്. കഴിവുള്ളത്തോളം ജീവിക്കാൻ നിവൃത്തിയിലെ മലയാളി മന്ത്രവാദം ചെയ്യും. മന്ത്രവാദത്തെ പലരെയും വീഴിക്കും. പലരെയും ബുദ്ധിപരമായി വീഴിക്കാനുള്ള കഴിവ് മലയാളിക്ക് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാരമ്പര്യം ആലോചിക്കുമ്പോൾ ആഴ്വാഞ്ചേരി മനയും മന്ത്രവാദത്തിൻ്റെയൊക്കെ വാമമാർഗവും ദക്ഷിണമാർഗവും ഉള്ള സ്ഥലങ്ങളാണ്. വാമമാർഗം എന്ന് പറഞ്ഞാൽ അത് രക്തം ചീന്തണം. അതാണ് പ്രാചീനമായ വാമമാർഗമല്ല ഇതുള്ള മന്ത്രവാദം. രക്തം ചീന്തി കഴിഞ്ഞാൽ അത് നരബലി, അത് പറ്റുന്നില്ലെങ്കിൽ കോഴി വെട്ടും, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദക്ഷിണമാർഗികളാണ് ആധുനിക ഈ മന്ത്രവാദികൾ. അവർ നരബലി കൊലപാതകമൊന്നുമില്ല, പൂജ നടത്തുക, അങ്ങനെ ഒരു പാരമ്പര്യം ഈ മന്ത്രവാദത്തിനും വന്നു. വാമമാർഗവും ദക്ഷിണമാർഗവും രണ്ട് പുരാതന കാലത്തെ മന്ത്രവാദത്തിന്റെ ശൈലികളാണ്. ഏതായാലും ഇയാള് കട്ടപ്പനക്കാരൻ ഏത് മന്ത്രവാദം ഉപയോഗിച്ചു എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.